ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങളുടെ മധ്യങ്ങളാകുന്ന നമ്മുടെ നമ്മുടെ വയസ്സ്, നമ്മുടെ ഈ ദുനിയാവിൽ താമസിക്കാനുള്ള സൗകര്യം വളരെ ചെറിയ പ്രായം. തങ്ങൾ പറഞ്ഞു 60-70 ഇടയിലാണ് മിക്കവാറും എന്റെ ഉമ്മത്തിന്റെ ആയുസ്. റസൂലുള്ളാ ജീവിച്ചത് 63 കൊല്ലം. സിദ്ദീഖ് തങ്ങൾ 63, ഉമർ തങ്ങൾ 63. അപ്പോ 63 കഴിഞ്ഞാല് പിന്നത് ഒരു ബോണസ് ആയി കണക്കൂട്ടാം. മിക്കവാറും അങ്ങനെയാണ്. 60-70 ഇടയിലാണ്. ഇന്ന് ആഖിറമാനായതുകൊണ്ട് ഫുജാത്തുൽ മൗത്ത് കൂടുതലാണ്. പെട്ടെന്ന് ആളുകൾ മരിച്ചു പോവാൻ. അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ നമ്മുടെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ആയുസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്. ഒരു ആയുസ് എത്രയാണ്? നബി അലൈഹി സ്വലാം 950 കൊല്ലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ടുണ്ട് ഖുർആൻ. അപ്പൊ ആയുസല്ല, പ്രബോധനം നടത്തിയ സമയം. നമുക്കിപ്പോ പ്രായപൂർത്തിയാകുന്ന എപ്പോഴാണ്? 13 വയസ്സ്, 15 വയസ്സല്ലേ. അപ്പൊ കിതാബിൽ കാണാം 1000 കൊല്ലം ജീവിച്ച ആളുകൾക്ക് പ്രായപൂർത്തിയായിരുന്നത് തന്നെ 300 കഴിഞ്ഞിട്ടായിരുന്നു. 390 ഉണ്ടാകുമ്പോഴാണ് അവർക്ക് പ്രായപൂർത്തിയായിരുന്നത്. മുഖാമികളായ പ്രവാചകന്മാരുടെ സമുദായത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. നമുക്കവിടെ 300 നമ്മുടെ നെല്ലിലാണ്. അവ അത്ര വലിയ ആയുസാണ് അവരുടെ. നമ്മുടെ ആയുസോ ചെറുതാണ്. പക്ഷെ ഈ ചെറിയ ആയുസിലും അവർ ചെയ്ത അമലിനേക്കാൾ വലിയ അമല് നേടിയെടുക്കാനുള്ള അവസരമാണ് അല്ലാഹു തആല നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും നമ്മെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തരും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഏതുപോലെ വെച്ചാല് വലിയൊരു മുതലാളിയെ പോലെയാണ്. വലിയൊരു മുതലാളി, അയാളടുത്ത് പറയാൻ പണിക്കാരൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അപ്പൊ ആ പണിക്കാരയാള് 3 പാർട്ടായിട്ട് പണിക്ക് ആളുകളെ നിയമിക്കുക. അപ്പൊ ഓരോ വിഭാഗം ആളുടെ പണി രാവിലെ മുതൽ ഉച്ച വരെയാണ്. രാവിലെ മുതൽ ഉച്ച വരെയാണ് അവരുടെ പണി. അല്ലെ, സുബൈന്റെ ഉച്ചക്ക് ഇടയിൽ ഗ്യാപ്പ് ഒരേ മണിക്കൂറുണ്ട്. അപ്പൊ ഈ ഉച്ച വരെ പണിയെടുക്കാണ്. പണിയെടുത്തിട്ട് ആ മുതലാളി അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഒരു തീറാത്ത് എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്തുള്ളവരിലാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 1000 ഉച്ച മുതൽ സുബൈ മുതൽ ഉച്ച വരെ പണിയെടുത്തു. പിന്നെ ഒരു തൊഴിലാളികൾ ഓരോ പണി ദുഹർ മുതൽ അസ്ർ വരെയാണ്. ആ ദുഹർ മുതൽ അസ്ർ വരെ പണിയെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന മുതലാളി കൊടുക്കുന്ന ശമ്പളം ഒരു തീറാത്ത്, 1000 രൂപയാണ്. പിന്നെ ഒരു വിഭാഗമുണ്ട് അസർ തൊട്ട് മഗ്‌രിബ് വരെ പണിയെടുക്കുന്ന ആളുകൾ. അസർ തൊട്ട് മഗ്‌രിബ് വരെ വളരെ ഗ്യാപ്പ് കുറഞ്ഞ സമയം. ഈ 3 വക്തിന്റെ ഇടയിൽ വളരെ ചെറിയ സമയമുള്ളത് അസറിന്റെ മഗ്‌രിബിന്റെ ഇടയിലാണ്. അപ്പൊ ഈ സമയത്ത് പണിയെടുക്കുന്ന കുറച്ച് തൊഴിലാളികൾ. ഓർക്ക് മുതലാളി കൊടുക്കുന്ന ശമ്പളത്തെ അറിയോ? 2 ലിറാത്താണ് എന്ന് പറഞ്ഞാൽ 2000 രൂപ. അല്ലെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കാൻ ഒരു ഉപമയായി പറഞ്ഞു തന്ന ഒരു ഹദീസാണ്. എന്നിട്ട് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഈ സുബൈ മുതൽ ഉച്ച വരെ പണിയെടുത്തവരാരാണ്? അവർ യഹൂദികളാണ്. ഉച്ച മുതൽ അസർ വരെ പണിയെടുത്തവർ അവർ നസാറാക്കളാണ്. അസർ മുതൽ മഗ്‌രിബ് വരെ പണിയെടുത്തവർ അവർ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ്. അതെന്ന് പറഞ്ഞ ചെറിയ ആയുസ് കൊണ്ട് ഡബൽ കൂലിയാണ്. ഒരു യഹൂദി നസാറ അവർക്ക് കൂലി ഉണ്ടാവും. യഹൂദി നസാറ ഇപ്പത്തെ യഹൂദി നസാറല്ല. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹ്. യഹൂദി നസാറ ഇപ്പത്തെ യഹൂദി നസാറനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ അത് മുവഹ്ഹിദീങ്ങളായ നസാറാക്കളും മുവഹ്ഹിദീങ്ങളായ യഹൂദികളും. അതാരാ? അത് സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ആ മുവഹ്ഹിദീങ്ങൾ. അവർ ഇന്നത്തെ ഈ നസാറങ്ങൾ പോയല്ല. അവർ മുവഹ്ഹിദീങ്ങളാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവർ അവരാണ് ഹാദൂ എന്ന് ഖുർആനിൽ പറഞ്ഞ വിഭാഗം യഹൂദികൾ. ഏത് യഹൂദികളാണ്? മുവഹ്ഹിദീങ്ങളായ ഏകവിശ്വാസികളായ യഹൂദികളാണ്. അവർക്ക് കൂലിയുണ്ട്. പിന്നെ ഈസാ നബിയുടെ കാലത്ത് ജീവിച്ച മുവഹ്ഹിദീങ്ങളാകുന്ന നസാറക്കൾക്ക് കൂലിയുണ്ട്, പക്ഷെ ചെറുതാണ്. ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളാകുന്ന നമുക്കുള്ള കൂലി വലുതാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഈ വിഭാഗം ആളുകളൊക്കെയും അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോ പടച്ചവനോട് തർക്കിക്കും. പടച്ചവനെ, ഞമ്മക്ക് ഒരേ നേരം പണിയെടുത്തിനല്ല,
നമുക്ക് ചെറുതല്ല തന്നത്. നസാറകൾ പറയും നമ്മൾ കുറെ പണിയെടുത്തിന് ചെറുതാണ്, പക്ഷെ ചെറിയ പണിയെടുത്ത ആളുകൾക്ക് നീ വലുതല്ലേ കൊടുത്തത്, അള്ളാഹിനോട് തർക്കിക്കും. അപ്പൊ അള്ളാഹ് അവരോട് പറയുന്ന ഒരു വാക്കുകൾ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നനാ. ഞാൻ എന്താ പറഞ്ഞത്? പണിയെടുത്താൽ ഒരു തീരാത്തുണ്ട്, ഇത്ര പണിയെടുത്താൽ ഒരു തീരാത്തുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? പഠിച്ചോനെ, എന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അധികാരമില്ല. മറ്റുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞത് കൊടുത്തു. എന്റെ കാരണം എന്താ? അതിന്റെ കാരണം അത് കാരണം നമ്മുടെ അമൽ കൊണ്ടൊന്നും അല്ല, പിന്നെയോ നമ്മുടെ നേതാവായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അതാണ് ഉമ്മത്ത് മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി. നമ്മളെ കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മൾ ആയ ഉമ്മത്താണ്? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായതുകൊണ്ട് നമുക്ക് അല്ലാഹു തരുന്ന വലിയ പവറാണ്, വലിയ പവറാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹ് സലാത്ത് എന്ന സ്ഥലത്തിൽ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞില്ല, ജനങ്ങളെ എന്നല്ല, വിശ്വാസികളെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റുന്ന പണിയൊന്നല്ല. റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ എല്ലാവരും കൊണ്ടും പറ്റൂല. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ സ്വല്ലൂ, നിങ്ങൾ സലാത്ത് ചൊല്ലുക. അപ്പൊ നമ്മുടെ എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതാണ്. അപ്പൊ ആ ലളിതങ്ങളുടെ ഉമ്മത്തീങ്ങളാകാൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ വലിയ ഭാഗ്യം. ഈ കാലം, ഈ കിട്ടിയ അവസരം ഉപയോഗിക്കാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ധാരാളം സ്വലാത്ത്, ഇബാദത്ത്, ശാമയിലെ സ്വലാത്ത് ഉണ്ടാവും, എല്ലാവരും പങ്കെടുക്കാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, പിന്നെ ഞാൻ മൊത്തമായിട്ടാണ് പറഞ്ഞത്. അപ്പോ ഹനഫി മദ്ഹബിൽ ജംഇന്റെ അവസരമില്ലാന്നാണ്. ഹനഫി മദ്ഹബ് ജംഅ്, അതായത് ഒരേ വക്തിയിൽ രണ്ട് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കുന്ന ഇതില്ലാന്ന്. ഹനഫി മദ്ഹബിൽ എല്ലാം ഓരോ നിസ്കാരം ഓരോ വക്തിയിൽ വാജിബാണ്. ഓരോ നിസ്കാരവും അസറിന്റെ സമയത്ത് തന്നെ, ഓരോ ലോഹിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുമെന്നാണ് ഹനഫി മദ്ഹബിന്റെ. അസർ ചുരുക്കി നിസ്കരിക്കാം. ലോഹിന്റെ സമയത്ത് 2 റക്അത്ത്, അസറിന്റെ സമയത്ത് 2 റക്അത്ത്. നമുക്കാരല്ല, നമുക്ക് ജംഉണ്ട്, ജമ്മുണ്ട്, അസറുണ്ട്. പക്ഷെ ഹനഫി മദ്ഹബിൽ ജമ്മില്ല, അസർ മാത്രമാണുള്ളൂ. പിന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ച്, ഫുള്ളായിട്ട് നിസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ അസറായി നിസ്കരിക്കുന്ന ആൾക്ക് തുടരാൻ പറ്റുമോ? പറ്റൂല. ഫുള്ളായിട്ട് അതുപോലെ ജമാഅത്ത് യാത്ര പോകുമ്പോ ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന ലോറിന്റെ ഇമാം അല്ലാഹു അക്ബർ കെട്ടി ഇപ്പൊ പോയിട്ട് അയാളുടെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അയാളാണ് നമുക്ക് ഹസറാണ്, നമ്മൾ 2 റക്അത്താണ് നിസ്കരിക്കുന്നത്, അയാൾ ഫുള്ള് നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ ഫുള്ള് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ അസറായി നിസ്കരിക്കുന്ന ആൾക്ക് തുടരാൻ പറ്റൂല. അസറായി നിസ്കരിക്കുന്നവരുടെ പിന്നിൽ ഫുള്ള് നിസ്കരിക്കുന്നവർക്ക് തുടരാം. അസറ നമ്മൾ ഈ 2 റക്അത്ത് യാത്രക്കാരാണ്, ഞമ്മ നിസ്കരിച്ചുകൊണ്ട്. അപ്പൊ ഞമ്മടെ ബാക്കിൽ ആരെങ്കിലും തുടർന്നുണ്ടെങ്കിൽ ഞമ്മ വേണ്ടെന്ന് പറയണ്ട, കയ്യെന്ന് കാണിക്കണം, ഓർക്ക് തുടരട്ടെ, ഓർക്ക് പറ്റൂല. ഓർ പിന്നെ സലാം വീട്ടിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതിയല്ല. ഞമ്മ എന്താ 4 റക്അത്തിന്റെ ബാക്കിൽ തുടർന്നിട്ട് ഞമ്മ കാത്തിക്കണ്ട, പറ്റില്ല. അപ്പൊ അത് ഇല്ലാന്ന്. പിന്നെ ഞാൻ ചോദിച്ചത്, എത്ര ദിവസമാണ് ഇതിന്റെ സമയം? ഇപ്പൊ മക്ക, മദീന, ഉംറ സിയാറത്ത് പോകാൻ. അപ്പൊ ഒരു നാട്ടിൽ ഞമ്മ എത്തിയിട്ട് ആ നാട്ടിൽ ഞമ്മ കുറെ ദിവസം നിൽക്കാൻ ഞമ്മ യാത്രക്കാരനെ. പക്ഷെ ഇപ്പൊ സാധാരണ ഉംറക്കെന്ന് പോയാൽ മക്കത്ത് 8 ദിവസം 10 ദിവസം നിൽക്കും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മള് ഇതിന്റെ സമയം ജമ്മു കസറിന്റെ സമയം 4 ദിവസമാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബ് അടിസ്ഥാനത്തിൽ 4 ദിവസമാണ്. 4 ദിവസത്തിൽ ഞമ്മ ആ നാട്ടിലേക്ക് കടക്കുന്ന ദിവസവും പെട്ട് പുറപ്പെടുന്ന ദിവസവും പെട്ടു. ഞമ്മ ആ നാട്ടിലേക്ക് എത്തുന്ന ദിവസവും ആ നാട്ടിൽ നിന്നിട്ട് പുറപ്പെടുന്ന ദിവസം, അതായത് ആന്മാർ പറഞ്ഞത് 21 വഖത്ത് നിസ്കാരാണെന്നാണ്. 21 വഖത്ത് നിസ്കാരം. ഒരു നാട്ടിൽ 5 വഖത്ത്, ഒരു ദിവസത്തിൽ 5 വഖത്ത്. അപ്പൊ ഏതായാലും അതിന്റെ ഉള്ളിലാണ് അതിന്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 4 ദിവസം ഞമ്മ അങ്ങനെ സ്റ്റേ ആവാൻ വേണ്ടി ഉദ്ദേശിച്ച യാത്ര തന്നെ. മക്കത്ത് തന്നെ നിൽക്കുന്നവരല്ല, മദീനത്തേക്ക് പോകാനുണ്ട്. പക്ഷെ മക്കത്ത് ഒരു 10 ദിവസം ഞമ്മ വീടെന്താ പറയാൻ അമലുണ്ട് ചെയ്തിട്ട് പോവാൻ എന്ന തീരുമാനമാണെങ്കിൽ അവിടെ 4 ദിവസം നമുക്ക് എന്താക്കാം, അസറ് ജമ്മു ചെയ്യാം. പിന്നെ അതിനപ്പുറം കടക്കൂല. ഇതിനപ്പുറം ഒരാൾ ചെയ്താൽ പിന്നെ ബാക്കിയുള്ള നിസ്കാരങ്ങളുടെ തുടക്കം മുതൽ തന്നെ അത് മടക്കേണ്ടി വരും എന്നൊരു മസാലയും കാണാം അതില്. അപ്പൊ അതിനെ ചോദിച്ചതാണ്. പിന്നെ ഒരാളെന്തോ ചോദിച്ചിട്ടുണ്ട്, വരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മസാല. ഏതായാലും ഒരേ ദീന്റെ കാര്യം ഒരേ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ധാരാളമായി നാഫിയായി പഠിച്ചവർക്കും ചോദിച്ചതരുമാറാകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്രയിലാണ്, ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന യാത്ര. യാത്രയിലൊക്കെ വലിയ വർക്കത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹു അവർ ചെയ്ത ഇബാദത്തുകൾ നീ കബൂലാക്കണേ. ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിൽ പരിശുദ്ധമായ ഹജ്ജും ചെയ്ത, ഹജ്ജ് ഉംറ ഒക്കെ ചെയ്തവരാണ്. ജീവിതത്തിൽ പടച്ചവനെ
ചെയ്ത ആ വലിയ പുണ്യകർമ്മങ്ങൾ ആഖിറത്തിലെത്തുമ്പോ സ്വർഗം കിട്ടാൻ ഞങ്ങളെ സഹായിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ. ചെയ്തതിൽ വല്ല പോരായ്മകളോ വല്ല ഹദ്ദുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അത് മുഴുവനും നിന്റെ വലിയ ആ റഹ്മത്ത് കൊണ്ട് നീ പൊരുത്തു തരണേ അല്ലാ. മാപ്പ് ചെയ്തു തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ഹലാലായ മുറാദുകൾ പറഞ്ഞ് വസീയത്ത് ചെയ്തവരാ. പടച്ചവനെ ഓരോരുത്തരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഭാര്യയുടെ അനുജത്തി പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അള്ളാഹുവേ നീ റാഹത്തുള്ള പ്രസവം നൽകണേ അല്ലാ. റാഹത്തുള്ള പ്രസവം നൽകണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വാലിഹായ ആഫിയത്തുള്ള ആ കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ വീടുകളിൽ ഒരുപാട് പ്രസവിക്കാനായ പെണ്ണുമക്കളുടെ പടച്ചവനെ അവർക്കും റബ്ബേ നിന്റെ സമയമാകുമ്പോ നീ സലാമത്ത് നൽകണേ അല്ലാ. റാഹത്തുള്ള പ്രസവം നൽകണേ അല്ലാ. പ്രസവ സമയത്തുള്ള വേദന അത് നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. നമുക്ക് തന്ന മക്കൾ മുഴുവനും സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഇസ്സത്ത് തരുന്ന മക്കളാക്കണേ അല്ലാ. ഫലസ്തീനിൽ പാവങ്ങളായ മുഅ്മിനീങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെടുകയാണ് റബ്ബേ. ഒരുപാട് മക്കൾ വിദ്രോഹന മക്കൾ മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ, ആ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ഉമ്മമാർ മനസ്സുകൊണ്ടി കരഞ്ഞുകൊണ്ട് റബ്ബേ നിന്നോട് സങ്കടം പറയുന്നത് ഞങ്ങൾ കേൾക്കുന്ന പടച്ചോനെ കാണുന്നു. യാ അല്ലാഹ്, ഞങ്ങളെക്കാൾ വലിയ റഹ്മത്തുള്ള പടച്ചോനെ, ഞങ്ങളെക്കാൾ വലിയ ബറക്കത്തുള്ള അല്ലാഹ്, ആ പാവങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹ്, നിന്റെ പരീക്ഷണങ്ങളൊന്ന് നിരുത്തണേ അല്ലാഹ്. റമദാനിന്റെ പുണ്യ ദിവസങ്ങൾ കഴിഞ്ഞ റമദാൻ മുഴുവൻ പ്രയാസമുള്ള ജീവിതം കഴിച്ചവരാ. ഈ റമദാനിന്റെ അവസാന ഭാഗങ്ങളിൽ വീണ്ടും ഒരു പ്രയാസം കൊടുക്കുകയാണ്. നീ സഹായിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ശത്രുക്കൾക്ക് നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. ശത്രുക്കളെ നീ ഒതുക്കണേ അല്ലാഹ്. എല്ലാ രൂപത്തിലും ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, ഫിലസ്തീനിന്റെ ഭൂമിയിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്നു. എല്ലാവർക്കും റബ്ബേ നീ മഗ്ഫിറത്ത് നൽകല്ലോ, റഹ്മത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ശുഹദാഇന്റെ ദറജ കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറബ്ബി സയ്യിദിനാ മുഹമ്മദി അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على